നമ്മുടെ അയനക്കുട്ടിക്ക് ഇന്നൊരു നെയ്ച്ചോറ് കഴിക്കണമെന്ന്. എന്നാൽ നെയ്ച്ചോറിൻ്റെ അരിയില്ല, നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി യാതൊന്നും ഇല്ല കേട്ടോ. എന്നാലും നമ്മുടെ അയനക്കുട്ടി പറഞ്ഞല്ലേ ഒരു തട്ടിക്കൂട്ട് നെയ്ച്ചോറങ്ങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനായിട്ട് ഞാൻ എടുത്തത് റേഷൻ കടയിലെ പച്ചരിയാണ് കേട്ടോ. അത് ഇതേ നമ്മൾ നന്നായിട്ട് കഴുകി കുതിർത്തെടുത്തു കേട്ടോ. എന്നിട്ട് വെള്ളം തിളയ്ക്കാൻ വെച്ചു. അതിലേക്ക് ഉപ്പ്, ഏലക്ക, പട്ട, ഗ്രാമ്പു, പെരിഞ്ചീരകം, വെളിച്ചെണ്ണ, നാരങ്ങ നീരൊക്കെ ഒഴിച്ചു കേട്ടോ. അത് നന്നായിട്ട് തിളച്ചപ്പോൾ ഞാൻ അരി അതിലേക്ക് ഇട്ടു കേട്ടോ. ചീനി കഴുകുന്ന തിരക്കിലാണ് കേട്ടോ നമ്മുടെ അയനക്കുട്ടി. അപ്പോൾ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് ഊറ്റി മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇന്ന് ഉണ്ടാക്കുന്നത് ബീഫ് കറിയാണ് കേട്ടോ. വിറകടുപ്പിലാണ് കേട്ടോ നമ്മളിന്ന് ബീഫ് കറി ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ചോറിനുള്ള ഉള്ളി ഒന്ന് വറുത്ത് മാറ്റിയെടുത്തു കേട്ടോ. ബീഫ് കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. 2 കറിവേപ്പിലയും കൂടി ഇട്ടപ്പോൾ അതിൻ്റെ ഭംഗി തന്നെ കൂടി കേട്ടോ. അപ്പോൾ വലിയൊരു പാത്രത്തിനകത്ത് നമ്മൾ നെയ്ച്ചോറ് ഇട്ടു കേട്ടോ. സൺഡേ ആകുമ്പോൾ നമ്മൾ 4 പേരും കൂടെ ഒരുമിച്ചിരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. ഇതുപോലെ വലിയൊരു പാത്രത്തിനകത്ത്. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ്, സാലഡ്, അച്ചാർ, പിന്നെ ബീഫ് കറിയും കൂടെ ഒഴിച്ചു കേട്ടോ. അപ്പം നമ്മുടെ പച്ചരി ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ. അപ്പം ഞാനിതുപോലെ തട്ടിക്കൂട്ടൊരു നെയ്ച്ചോറ് ഉണ്ടാക്കി. അപ്പം നിങ്ങൾ ഇതിനകത്ത് നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൂളറൊക്കെ ഓണാക്കി, അത്രയും ചൂടൊക്കെ ആണല്ലോ. അപ്പോൾ കൂളറൊക്കെ ഓണാക്കി വെച്ചിട്ട് ഞങ്ങളിതേ ചോറ് കഴിക്കാനിരുന്നു കേട്ടോ. കഴിച്ച് തുടങ്ങി. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ. ഇത്രയും വിചാരിച്ചില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. കാര്യം അടിപൊളി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി റെസ്റ്റ് എടുക്കാനായിട്ട് നമ്മുടെ മാവിൻ്റെ ചുവട്ടിലോട്ട് പോയെങ്കിരുന്നു കേട്ടോ. അവിടേക്ക് മാങ്ങ അടന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊരു മാങ്ങയൊക്കെ അങ്ങോട്ട് എടുത്ത് കഴിച്ച് ഞാൻ ഇങ്ങനെ റെസ്റ്റ് അടിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ എന്താ ആഹാരമൊക്കെ കഴിച്ചോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരാം കേട്ടോ. ബൈ.